ഒരു കഥ പറയൂ. കഥ പറയൂ. കഥ പറയൂ. കഥ 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 കഥയല്ല കഥകൾ. നമസ്കാരം കുട്ടികളെ. കാക്കയുടെ നിറം എന്താ? കറുപ്പ്. നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളാരും വെളുത്ത കാക്കയെ കണ്ടിട്ടില്ല അല്ലേ? പക്ഷെ ഒരിക്കല് ഒരു കാക്കയ്ക്ക് വെളുക്കണം എന്നൊരു ആഗ്രഹം വന്നു. എന്നിട്ടോ കേട്ടോളൂ. പണ്ട് പണ്ട് നല്ല പച്ചപ്പ് നിറയെ മരങ്ങളും ചെടികളും ഒക്കെ നിറഞ്ഞ ഒരു കാട്ടില് കണ്ണാടി പോലെ തെളിഞ്ഞ വലിയൊരു ജലാശയം ഉണ്ടായിരുന്നു. ശാന്തമായി തെളിഞ്ഞു കിടക്കുന്ന ആ വെള്ളത്തില് താമസിച്ചിരുന്ന രണ്ടുപേരുണ്ടായിരുന്നു. വെളുവെളുവെളുന്നനെ വെള്ളിപ്പണ്ടം പോലെ തിളങ്ങുന്ന രണ്ട് അരയന്നങ്ങള്. നീണ്ട കഴുത്തും മനോഹരമായിട്ടുള്ള തൂവലുകളും നല്ല ഭംഗിയാണ് അവരെ കാണാനായിട്ട്. അപ്പോ ഈ തെളിഞ്ഞ ഈ വെള്ളത്തില് ഈ അരയന്നങ്ങൾ വന്നു കഴിഞ്ഞാലത്തെ ഭംഗിയൊന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് ഭംഗിയാണല്ലേ. അവര് എന്നും എന്ത് ചെയ്യും? ഇവര് രണ്ടുപേരും ഈ വെള്ളത്തിൽ ഇങ്ങനെ വന്ന് വളരെ ശാന്തമായി ഇങ്ങനെ ആസ്വദിച്ച് നീന്തി കളിക്കും. ആ താമരത്തണ്ടുകളുടെ ഇടയിലൂടെ ഇര തേടും. ഒരുമിച്ച് നല്ല രസാണ് കാണാനായിട്ട്. ഈ തടാകത്തിന്റെ തീരത്ത് വലിയൊരു മരമുണ്ടായിരുന്നു. ഈ മരത്തിന്റെ കൊമ്പില് വേറൊരു ആള് താമസമുണ്ടായിരുന്നു, ഒരു കാക്ക. എല്ലാ ദിവസവും രാവിലെ ഉണരുമ്പോ ഈ കാക്ക കാണുന്ന കാഴ്ച എന്താ? ഈ അരയന്നങ്ങൾ ഇങ്ങനെ ആ തടാകത്തില് നീന്തി കളിക്കണു. എന്നും ഇങ്ങനെ നോക്കൂ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ കാക്ക ഈ അരയന്നങ്ങളുടെ ഭംഗി ശ്രദ്ധിച്ചു തുടങ്ങി. കാണാൻ നല്ല ചേലുള്ള അരയന്നങ്ങള്. ദിവസങ്ങൾ കഴിയും തോറും കാക്കയുടെ ഉള്ളില് അവരോടുള്ള ഇഷ്ടം മാറി. പിന്നെ കുറേശ്ശെ അസൂയ വന്നു തുടങ്ങി. അവരെ നോക്കും, അത് കഴിഞ്ഞ് തന്റെ ശരീരത്തിലേക്ക് നോക്കും. അവര് എന്ത് വെളുപ്പാ, എന്ത് ഭംഗിയാ കാണാനായിട്ട്. എന്റെ ശരീരം കറുത്ത നിറം, ശബ്ദമാണെങ്കിൽ വരുത്ത ശബ്ദം അല്ലേ? കാക്കയുടെ ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? കാ എന്ന് പറഞ്ഞിട്ടുള്ള പരുക്കൻ ശബ്ദമാണ് അല്ലേ? അത് കേൾക്കുമ്പോ നമ്മള് ആഹാ എത്ര മനോഹരമായ ശബ്ദം എന്നൊന്നും നമ്മൾ പറയില്ല അല്ലേ? ഒന്നും പറയില്ല. നമ്മൾ അത്രയ്ക്ക് ഗംഭീരായിട്ട് പുകഴ്ത്ത് അങ്ങനെയൊന്നും ചെയ്യില്ല അല്ലേ? അത് ആലോചിക്കും തോറും ഇതിന് നിരാശ വന്നു തുടങ്ങി. അവരുടെ പോലെ എനിക്കും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നെങ്കിൽ, എന്റെ ശബ്ദം നല്ലതായിരുന്നെങ്കിൽ എന്നൊക്കെ അത് ചിന്തിക്കാൻ തുടങ്ങി. ചിന്തിച്ച് എന്തുണ്ടായി? മനസ്സിൽ നിരാശ വന്നു. ഒന്നിനും ഒരു താല്പര്യമില്ല, ഒരു സന്തോഷവും സമാധാനവും. ഇത് കാണും തോറും വിഷമം കൂടി വരിക. ഈ സൂര്യപ്രകാശത്തിലൊക്കെ ഈ അരയന്നങ്ങളുടെ തൂവലുകളുണ്ടല്ലോ, അതിങ്ങനെ കിടന്ന് തിളങ്ങുമ്പോ കാക്കയ്ക്ക് ഒരു സമാധാനവും ഇല്ല, ഒരു സന്തോഷവും ഇല്ല, ഉറക്കം പോലും ഇല്ല. ഉറങ്ങാൻ കിടക്കുമ്പോഴും തന്നെ ചിന്ത, അയ്യോ എന്റെ ശരീരം ഇതേപോലെ ഭംഗിയുള്ളതായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു, എന്താ എനിക്ക് മാത്രം ഇങ്ങനെ എന്നൊക്കെയുള്ള ചിന്തകൾ എപ്പോഴും. അങ്ങനെ ആസൂയും ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയില് ഇങ്ങനെ ചിന്തിച്ച് അവസാനം കാക്കയ്ക്ക് തോന്നി തുടങ്ങി, അവർക്ക് ആ വെളുപ്പ് നിറം കെട്ടിയത് എന്തുകൊണ്ടാ? എപ്പോ നോക്കിയാലും ആ വെള്ളത്തിലാണ് അവര് കുളിക്കണത്. അതാണ് അവരുടെ കറുപ്പെല്ലാം മാറിയിട്ട് വെളുപ്പ് നിറായതാണ്. അതന്നെ കാര്യം. ഞാൻ അങ്ങനെ വെള്ളത്തിൽ കുളിക്കലൊന്നുമില്ലല്ലോ, നീന്തലൊന്നുമില്ലല്ലോ, അതുകൊണ്ടാണ് എന്റെ നിറം കറുത്തിരിക്കണത് എന്നുള്ളൊരു വിഡ്ഢി ചിന്ത ഈ കാക്കയുടെ തലയില് ഉദിച്ചു നിർത്തും. അപ്പോ കാര്യം മനസ്സിലായി, എന്തുകൊണ്ടാ ഞാൻ കറുത്തത്, അവരെന്തുകൊണ്ടാ വെളുത്തത് എന്നുള്ളത്. അപ്പൊ പിന്നെ അതിനുള്ള മാർഗവും ആയില്ലോ. ഞാനും ഇതേപോലെ തന്നെ വെള്ളത്തിൽ എപ്പോഴും കിടന്നു കഴിഞ്ഞാല് എന്റെ ഈ കറുപ്പ് നിറം മാറി അരയന്നങ്ങളെ പോലെ തന്നെ സുന്ദരനാവാം. അപ്പോ എല്ലാവരും എന്നെയും നോക്കി അസൂയപ്പെടും എന്നൊക്കെ കാക്ക തീരുമാനിച്ചുറപ്പിച്ചു. അന്ന് രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങി. അടുത്ത ദിവസം നേരത്തെ എണീറ്റു. ഭയങ്കര അഹങ്കാരത്തോട് കൂടിയിട്ട് ആ മരക്കൊമ്പിൽ വന്നുകൂടിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ അരയന്നങ്ങള് പതുക്കെ വന്ന് നീന്താനായിട്ട് തുടങ്ങി.
അപ്പൊ അങ്ങനെ നീന്തി നീന്തി കാക്ക ഇരിക്കുന്ന ഭാഗത്തേക്ക് എത്തിയപ്പോ കാക്ക ഭയങ്കര പരിഹാസത്തിലൊക്കെ ഉറക്കരയന്നങ്ങളോട് വിളിച്ചു പറയാ, നിങ്ങൾ മാത്രം അങ്ങനെ ഈ വെള്ളത്തില് സുഖിച്ച് നീന്തി നടക്കാമെന്ന് വിചാരിക്കണ്ട. ഇനി മുതല് ഞാനും നിങ്ങളുടെ ഒപ്പം തന്നെ ഈ വെള്ളത്തില് കഴിയാൻ പോവാ, നിങ്ങളെ പോലെ ഞാനും നീന്താൻ പോവാ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും, വലിയ താമസമില്ലാണ്ട് നിങ്ങളെ പോലെ തന്നെ വെളുത്ത് തുടുത്ത ശരീരമൊക്കെ എനിക്കുണ്ടാവും, ഞാനും സുന്ദരനായിട്ട് മാറുന്നു. അപ്പോ അരയന്നങ്ങള് വളരെ അത്ഭുതത്തോടു കൂടിയിട്ട് ഈ കാക്ക പറയണത് ശ്രദ്ധിക്കുക. ഒപ്പം ഒരു സങ്കടവും തോന്നി. കാരണം ഇതിനൊന്നും കാക്ക പരിഹസിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അവര് നീന്താൻ വരണു പോണു അത്രയേ ഉള്ളൂ അല്ലെ. ഇവരുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ഒരു ചിന്തകളും ഉണ്ടായിരുന്നില്ല. അപ്പൊ കാക്കയുടെ ഈ തോന്നല് അതൊരു വിഡ്ഢിത്താണെന്ന് അവർക്ക് മനസ്സിലായി. പക്ഷെ പറഞ്ഞു മനസ്സിലാക്കാനും പറ്റില്ല. അപ്പൊ അവർക്കൊരു സങ്കടവും തോന്നി. അപ്പൊ അവര് ഇങ്ങനെ ഒന്നും മിണ്ടാതെ കാക്ക ഇങ്ങനെ നോക്കി നിന്നു. കാക്കയാവട്ടെ പറഞ്ഞതും തന്റെ വീരസ്യം കാണിക്കാനായിട്ടേ, തന്റെ ഗമ കാണിക്കാനായിട്ട് ഈ അരയന്നങ്ങളുടെ മുമ്പിൽ ഒരൊറ്റ പറക്കൽ, ആദ്യം ആകാശത്തേക്ക്, അത് കഴിഞ്ഞിട്ട് വെള്ളത്തിന്റെ മീതെ ഭാഗം ഉണ്ടല്ലോ അതിന്റെ ഉപരിതലം, അതിലേക്ക് ഒരൊറ്റ ചാട്ടാണ്. നേരെ വന്ന് വെള്ളത്തിൽ വീണ ആ നിമിഷം മുതല് എല്ലാ കാര്യങ്ങളും മാറി മറഞ്ഞു. കാക്ക വിചാരിച്ച പോലൊന്നല്ല കാര്യങ്ങള് ഉണ്ടായത്. അരയന്നങ്ങളുടെ പോലെ വെള്ളത്തിൽ ഒഴുകി നടക്കാനുള്ള ശരീരവുമല്ല, അതിനുള്ള നീന്താനുള്ള കഴിവോ ഇതൊന്നും കാക്കയ്ക്കില്ല അല്ലെ. വെള്ളത്തില് വീണതും എന്തുണ്ടായി, അതിന്റെ ചിറകുകളൊക്കെ നനഞ്ഞ് കുതിർന്ന് ഭാരം കൂടിയ കഴിഞ്ഞ പിന്നെ എന്തുണ്ടാവുക, വെള്ളത്തില് താഴ്ന്നു പോലെ ഒന്ന് ചിറകടിക്കാൻ പോലും കാക്കയ്ക്ക് പറ്റണില്ല. വെളുക്കാൻ വേണ്ടിയിട്ട് താൻ ചെയ്ത വലിയൊരു വിഡ്ഢിത്തം കാരണം എന്റെ ജീവൻ തന്നെ പോകും എന്നുള്ളൊരവസ്ഥയിലായി കാക്ക. ശ്വാസം കിട്ടണില്ല, മൂക്കിലും വായലൊക്കെ വെള്ളം കയറി ഇപ്പോ മരിക്കും എന്നുള്ള ഒരു അവസ്ഥയില് അത് വെള്ളത്തിൽ കിടന്നിങ്ങനെ പെട്ടയാൻ തുടങ്ങി. ആ സമയത്ത് ഉള്ളിൽ അഹങ്കാരവും ഇല്ല, അസൂയവും ഇല്ല, ഒന്നുമില്ല. എങ്ങനെയെങ്കിലും ജീവൻ തിരിച്ചു കിട്ടിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലായി. നീന്താൻ നോക്കിയിട്ടാണെങ്കിൽ പറ്റണില്ല. നീന്താൻ ശ്രമിക്കും തോറും അത് വെള്ളത്തിന്റെ അടിയിലേക്ക് താഴ്ന്നു പോവാനായിട്ട് തുടങ്ങി. കിടന്നിട്ട് പേടിച്ചിട്ടേ കരഞ്ഞ് വിളിക്കാൻ തുടങ്ങി. ഇതൊക്കെ കണ്ടുകൊണ്ട് അരയന്നങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. അവർക്ക് മനസ്സിലായി കാക്ക അപകടത്തിലാണ്. ഒരു വേഗം തന്നെ അതിന്റെ അടുത്തേക്ക് നീന്തി ഇങ്ങോട്ട് വന്നിട്ട് അവരുടെ നീണ്ട കഴുത്തും അവരുടെ ശക്തിയുള്ള ചിറകുകളും ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു വിധം ഈ കാക്കയെ കരയിലേക്ക് വലിച്ച് എത്തിക്കാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ കുറച്ചധികം സമയത്തെ പരിശ്രമത്തിനൊടുവിൽ അവര് കാക്കയെ സുരക്ഷിതമായിട്ട് കരയില് എത്തിച്ചു. ശ്വാസം നേരെ വീണപ്പോ കാക്കയ്ക്ക് തന്റെ തെറ്റൊക്കെ മനസ്സിലായി. ഈ അസൂയയും അഹങ്കാരവും ഒക്കെ കാരണമാണ് ഇങ്ങനെ ഒരു അപകടത്തിൽ താൻ പെട്ടത് എന്ന് തിരിച്ചറിഞ്ഞു അല്ലെ. അപ്പൊ സഹായിക്കാൻ ഉണ്ടായതും അവര് തന്നെയാണ്. അത്രയും നേരം നിഷിച്ച അവരാണ് ഉണ്ടായത് എന്ന് കാക്കയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു. അതോടുകൂടിയിട്ട് എന്തുണ്ടായി, അരയന്നങ്ങളോടുള്ള ആ ഒരു മത്സര ബുദ്ധിയും തന്റെ നിറത്തിനെ കുറിച്ചുള്ള ആ ഒരു അപകർഷതാബോധവും അതുപോലെ അരയന്നങ്ങളോടുള്ള അസൂയയും അഹങ്കാരവും എല്ലാം എന്നേക്കുമായിട്ട് അവസാനിച്ചു. പ്രകൃതി നമുക്കെന്താണോ തന്നത് അതില് ആണ് സന്തോഷിക്കേണ്ടത് എന്ന വലിയൊരു പാഠം മനസ്സിലാക്കുകയാണ് കാക്ക അവിടെ. തന്നെ രക്ഷിച്ച അരയന്നങ്ങളോട് നന്ദി പറയാണ്. ഞാൻ വലിയൊരു തെറ്റാണ് ചെയ്തത്, ഇനി ഒരിക്കലും ഞാൻ മറ്റുള്ളവരെ അന്ധമായിട്ട് അനുകരിക്കില്ല എന്ന് വാക്കുകൊടുത്തതിന് ശേഷം കാക്ക സന്തോഷത്തോടു കൂടിയിട്ട് വീണ്ടും ആ മരക്കൊമ്പിലേക്ക് പറന്ന് ഉയർന്ന് പോയി നടത്തും. കുട്ടികളെ, ഈ കഥ നമുക്ക് നൽകണ വലിയൊരു ഗുണപാഠമുണ്ട്. മറ്റുള്ളവരുടെ രൂപം അല്ലെങ്കിൽ അവരുടെ ജീവിത രീതി അതൊക്കെ കണ്ടിട്ട് നമ്മുടെ യാഥാർത്ഥ്യവും കഴിവുകളും മനസ്സിലാക്കാണ്ട് മറ്റുള്ളവരെ അന്ധമായിട്ട് അനുകരിക്കാൻ പോയി കഴിഞ്ഞാല് അത് പലപ്പോഴും നമ്മളെ നിരാശയിലേക്ക് നയിക്കും. അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഓരോരുത്തർക്കും, ഓരോ മനുഷ്യനായാലും ഓരോ ജീവിയായാലും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുണ്ട്, പ്രത്യേകതകളുണ്ട്. ഇപ്പോ അരയന്നത്തിന് വെള്ളത്തിൽ മനോഹരമായിട്ട് നീന്താൻ കഴിയും. കാക്കയ്ക്ക് ആകാശത്ത് സ്വതന്ത്രമായിട്ട് പറക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ കണ്ട് അസൂയപ്പെടുന്നതിന് പകരം എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ തിരിച്ചറിഞ്ഞ് അവയെ വളർത്തിയെടുക്കുകയാണ് യഥാർത്ഥ ബുദ്ധി.
അതോടൊപ്പം തന്നെ മറ്റൊരു മഹത്തായ പാഠം കൂടി ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരാൾ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ അഹങ്കാരം കാരണം പ്രശ്നത്തിൽ പെട്ടാലോ നമ്മൾ അവരെ പരിഹസിക്കുക, അവർക്ക് അങ്ങനെ തന്നെ വേണം എന്നൊക്കെ വിചാരിച്ച് അവരെ അവഗണിക്കുക ചെയ്യാതെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന സഹായം ചെയ്യാനുള്ള മനസ്സ് എപ്പോഴും ഉണ്ടാവണം. കാക്കതങ്ങളെ പരിഹസിച്ചിട്ടും അപകടത്തിൽ പെട്ടപ്പോ അരയന്നങ്ങൾ അതിനെ രക്ഷിക്കാനായിട്ട് മുന്നോട്ട് വന്നു ഇല്ലേ? അതാണ് യഥാർത്ഥ മഹത്വവും കരുണയും. അതുകൊണ്ട് സ്വന്തം കഴിവുകളിൽ സന്തോഷം കണ്ടെത്തുക, മറ്റുള്ളവരോട് അസൂയപ്പെടാതിരിക്കുക, അതോടൊപ്പം കരുണയും സഹായ മനോഭാവവും പുലർത്തുകയും ചെയ്യുക എന്നതാണ് ഈ കഥയുടെ യഥാർത്ഥ സന്ദേശം. എല്ലാ കുട്ടികൾക്കും സസ്നേഹ നമസ്കാരം.